പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ലോക്സഭയുടെ ആദ്യ ദിനം തന്നെ ബഹളത്തിൽ മുങ്ങി. ലോക്സഭ നാളെ ചേരാനായി പിരിഞ്ഞിരിക്കുകയാണ്. മണിപ്പൂർ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഭേദഗതി ബില്ല് ലോക്സഭ ഇന്ന് പാസാക്കി. അർജുൻ, ഇപ്പോൾ കുറെ കാലമായി ഇങ്ങനെ തന്നെയാണ്. പാർലമെന്റ് ചേരുന്നതനുസരിച്ച് ദിവസവും ഇത്തരത്തിൽ ബഹളമുണ്ടായി അത് പിരിയുന്ന സാഹചര്യമാണ് ഉണ്ടാകാറ്. ശീതകാല സമ്മേളനത്തിൽ ആദ്യ ദിനം എന്തായിരുന്നു പ്രശ്നം? അക്ഷയ, ഏറ്റവും പ്രധാന പ്രശ്നം SIR തന്നെയാണ്. ഈ സമഗ്ര വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട്, വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച വേണം. ഇപ്പോഴുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അത് എത്രത്തോളം സുതാര്യമാണ് എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വിശദീകരിക്കണം. അതിൽ ഒരു ചർച്ച വേണം സഭയ്ക്കകത്ത് എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ MP-മാരെല്ലാം തന്നെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ SIR-ന്മേൽ ഒരു ചർച്ചയ്ക്കും ഇതുവരെയും തയ്യാറായിട്ടില്ല. നമുക്കും അറിയാവുന്നതാണ്. അക്കാര്യത്തിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ, നേരത്തെ രാവിലെയൊക്കെ ആണെങ്കിൽ പ്രതിപക്ഷ MP-മാർ, കോൺഗ്രസിന്റെ അടക്കം MP-മാർ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചിരുന്നു. അതിനപ്പുറത്തേക്കും ഈ ചോദ്യോത്തര വേളയിൽ അടക്കം വലിയ തോതിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും അതുപോലെ പ്രതിഷേധിക്കുകയും തുടർന്നതിന് പിന്നാലെയാണ് ബഹളം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഒരു തരത്തിലും ലോക്സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്തത്. അതോടെ നാളെ ചേരാനായി പിരിയുകയാണ് ചെയ്തത്. അതേസമയം രാജ്യസഭ നടക്കുന്നുണ്ട്. അവിടെ ഈ സാധാരണഗതിയിലുള്ള നടപടി ക്രമങ്ങളിലേക്ക് പോയിട്ടില്ല. മറിച്ച് CP രാധാകൃഷ്ണൻ, അദ്ദേഹം ഉപരാഷ്ട്രപതിയെ വന്ന് ആദ്യമായിട്ടാണ് അദ്ദേഹം രാജ്യസഭ അധ്യക്ഷനായി എത്തുന്നത്. അദ്ദേഹത്തിനെ അനുമോദിക്കുന്ന ചടങ്ങാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ SIR, ഈ സമഗ്ര വോട്ടർ പട്ടികയിൽ പരിഷ്കരണത്തിൽ അതിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയാതെ ലോക്സഭ പിരിഞ്ഞിരിക്കുന്നു. അപ്പോഴും മണിപ്പൂർ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബില്ല് അവിടെ, ഭേദഗതി ബില്ല് അവിടെ പാസ്സാക്കിയിട്ടുമുണ്ട്.